അപ്പച്ചി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമല്ലേ, ഇത് ഒരു പ്രത്യേക തരം ചീരയാണ് കേട്ടോ. എനിക്ക് ഈ ചീര ഭയങ്കര ഇഷ്ടമാണ്. ഒരു തവണ ഞാൻ ഈ ചീര കഴിച്ചപ്പോഴത്തേനും ഞാൻ ഈ ചീരയുടെ ഫാനായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അമ്മുമ്മ ചീര അരിയാനാണിപ്പോഴേ കുട്ടിക്കുറുമ്പിക്കും കൊതി ചീര അറിയാൻ. എന്നിട്ട് പിന്നെ കുറുമ്പിയുടെയും ചീര അറിയാൻ കൂടിയിട്ടോ. പക്ഷേ രണ്ടും രണ്ട് ഷേപ്പിലാണെന്ന് മാത്രം. അപ്പം നമുക്ക് കുറച്ച് ചക്ക കിട്ടിയായിരുന്നു കേട്ടോ, പഴുത്ത ചക്ക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചീര കേട്ടോ. ഈ ചീര നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഈ ചീരയ്ക്ക് ഒരു തരം പശയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കുറച്ച് നേരം കൂടിയും 10 മിനിറ്റും കൂടിയും വേവിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് വേവാനുണ്ട്, നല്ല വേവുള്ള ചീരയുണ്ടോ. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്ന സമയത്തേ ഈ ചീര ഞാൻ അവിടെ നിന്നാണ്ടോ കഴിച്ചത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അപ്പച്ചി എന്നിട്ട് കുറേ വന്ന് കഴിഞ്ഞപ്പോൾ കുറേ പറിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായതല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലുണ്ടായതാണ് കേട്ടോ. പണിയെടുപ്പിക്കാനും കാര്യം അന്വേഷിക്കാനും ഒക്കെ ആയിട്ട് കുഞ്ഞിക്കുറുമ്പി വന്ന് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ചീരയുടെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഈ ചീരയുടെ പേരെന്താണെന്നറിയില്ല. ഒരുതരം കപ്പങ്ങയുടെ ഇല പോലത്തെ ഒരു ചീരയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ നല്ല എന്തൊക്കെയോ ഷുഗറിനോ അങ്ങനെ ഏതാണ്ടിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒരു ചീരയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം മൊത്തത്തിൽ കുറച്ച് മുട്ടയൊക്കെ ഇട്ട് പൊരിക്കാൻ ഒലത്താണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷേ ഈ അപ്പച്ചിക്ക് മുട്ട ഒന്നിട്ട് പൊരിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് വെറുതെ ഒലത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മീൻകറി ഉണ്ട്, പിന്നെ നമ്മുടെ മിക്സർ കുഞ്ഞു മീനില്ലേ അത് വറുത്തതുണ്ട്, പിന്നെ നമ്മുടെ ഈ ചീരയും ഒലത്തിയതും. അപ്പോൾ ഇത് മൂന്നുമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. മീൻകറി ഞാൻ നേരത്തെ വെച്ചായിരുന്നു കേട്ടോ, പിന്നെ മീനും വറുത്ത്, പിന്നെ അടുത്ത പരിപാടി ചീര ഒലത്തലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റി എല്ലാം അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ അത് വേവാൻ കുറച്ച് താമസം എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് ചക്ക കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. ചക്ക നല്ല വരിക്കച്ചക്ക ഉണ്ടോ, വരിക്കച്ചക്ക നല്ല പഴുത്ത ചക്ക ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ അടയുടെ കാര്യം പറയുമ്പോഴേ ഞാൻ ആദ്യമായിട്ട് അട ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് പറ്റിയൊരു അമളിയുണ്ട്, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ അട കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ ഒരു സിറ്റുവേഷൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. വീണ്ടും കാണാം.